നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ ധർമ്മട മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രക്കിടെയാണ് പശ്ചിമ ബംഗാൾ സ്വദേശികൾ ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ഒരു കാലത്ത് അല്ലേ ബംഗാൾ അടക്കി ഭരിച്ചിരുന്നവരാണ്. പിന്നീട് സാഹചര്യങ്ങളൊക്കെ അവിടെ മാറി. LDF-ന്റെ വടക്കൻ ജാഥ, മേഖലാ ജാഥ, വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. അവിടുത്തെ പര്യടനം പൂർത്തിയായി. കണ്ണൂരിൽ ഇന്ന് പര്യടനത്തിൻ്റെ അവസാന ദിവസമാണ്. ഇതിനിടെ എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരണമുണ്ടായി. പക്ഷേ ഇതുപോലൊരു സ്വീകരണം ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. അങ്ങനെ രസകരമായ ഒരു കൗതുക കാഴ്ചയാണ് ഇന്നേതായാലും മമ്പറത്ത് ഉണ്ടായിട്ടുള്ളത്. 200-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകൾ ചേർന്നാണ് ജാഥ ക്യാപ്റ്റനായ MV ഗോവിന്ദനെ സ്വീകരിച്ചതൊപ്പം ഷാൾ അണിയിച്ചു. LDF സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ കാത്തിരുന്നത്. അതായത് രാവിലെ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവിടെ നിർമ്മാണ തൊഴിലാളികളായ ഇവർ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. കൈവശം ബാനറുണ്ട്. അതിൽ വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകൾ എന്നാണ് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്. LDF സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളികളോടുകൂടി അവർ കാത്തു നിൽക്കുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് MV ഗോവിന്ദനും മറ്റു നേതാക്കളും അടുത്തേക്ക് പോയത്. ആ സമയത്ത് ഷാൾ അണിയിച്ചുകൊണ്ടടക്കം ഈ തൊഴിലാളികൾ സ്വീകരിക്കുകയും ചെയ്തു. ബംഗാളിനെ സംബന്ധിച്ച് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പതിറ്റാണ്ടുകൾ തുടർച്ചയായി ഭരിച്ചൊരു സംസ്ഥാനമാണ്. പക്ഷേ പിന്നീട് സ്ഥിതിഗതികളൊക്കെ മാറി. ഇപ്പോൾ CPM-ന്റെ തമാശ രൂപേണ പറയുന്നതാണ്, CPM-ന്റെ പാർട്ടി ഓഫീസുകൾ പോലും ഇപ്പോൾ അവിടെ കാണാനില്ല എന്നൊരു സ്ഥിതിയിലേക്കൊക്കെ പോയി. ഏതായാലും അവിടെ നിന്ന് വന്ന 200-ലധികം തൊഴിലാളികളാണ് സംഘടിച്ച് നിന്ന് MV ഗോവിന്ദനെ സ്വീകരിക്കുകയും പിന്നീട് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തത്.